Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കോക്കനട്ട് പുഡിങ്ങിന്റെ റെസിപ്പി കാണാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പുഡിങ്ങിന് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്, കോക്കനട്ട് മിൽക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ടെട്രാ പാക്കിൽ കിട്ടുന്നതൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടിന്നി കിട്ടുന്നത് ഉപയോഗിക്കാം. ഞാനിത് ഉപയോഗിക്കുന്നത് തേങ്ങ വെച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കുക. അതിനായിട്ട് ആദ്യം തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് 3 കപ്പ് തേങ്ങ ഞാൻ ഉപയോഗിക്കുന്നത്. തിരുമിയ തേങ്ങ 3 കപ്പ് ബ്ലെൻഡറിലേക്ക് ഇടാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന റെസിപ്പീസിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പും സ്പൂൺസും ആണ്. അത് വെച്ചിട്ടാണ് അളന്നെടുത്തേക്കുന്നത്. ഇപ്പോൾ 250 ml കപ്പിൽ 3 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്തു. നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്ത് നല്ലതായിട്ട് പാല് കിട്ടും. അതിന് വേണ്ടിയിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരിച്ചൊഴിക്കാൻ പോകുന്നത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് മെഷർ ചെയ്ത് നോക്കിയാൽ 2 കപ്പ് തേങ്ങാപ്പാലുണ്ടാവും. ഇതിലേക്ക് 1/3 കപ്പ് ഷുഗർ ചേർക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലവർ. നമ്മൾ ഈ ഒരു ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജെലറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം, ഒരു നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം കുക്ക് ചെയ്യാം. അപ്പോൾ കോൺഫ്ലവർ ചേർത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കും. മിക്സർ തിളയ്ക്കാൻ തുടങ്ങി. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നല്ല തിക്കായി. നമ്മൾ ഈ ഒരു സ്റ്റേജാണ് നോക്കുന്നത്. തിക്ക് റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ബോൾസിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ സെർവിങ് ബോളിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്യാം. ഓയിലോ മെൽറ്റഡ് ബട്ടറോ. നമ്മളിത് അൺമോൾഡ് ചെയ്യുമ്പം ഈ മോൾഡിൽ നിന്ന് ഇറക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വിട്ട് വരാൻ പ്രയാസം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഇതേപോലത്തെ അളവിൽ നമുക്കൊരു 5 ഡെസേർട്ടാണ് കിട്ടുക. അപ്പോൾ എപ്പോഴും ഓർക്കുക, ചൂടോടെ തന്നെ ഒഴിക്കുക. ഇതേപോലത്തെ 5 ഡെസേർട്ടാണ് കിട്ടുക. ടാപ്പ് ചെയ്യാം. എവിടെയെങ്കിലും എയർ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് പോകാനായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഇത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെക്കുക. അപ്പോഴത്തേക്ക് സെറ്റാവും. അതിനുശേഷം അൺമോൾഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. ചെക്ക് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് കോക്കനട്ട് ഷേവിങ്സ് അല്ലെങ്കിൽ കോക്കനട്ട് ഫ്ലേക്സ് സെർവ് ചെയ്യും. ഈ ഡെസേർട്ട് നല്ല ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൈറ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ കോക്കനട്ട് പുഡിങ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ടെക്സ്ചർ കാണിക്കാം. നല്ല പെർഫെക്റ്റ്ലി സെറ്റാണ്. നല്ല ടെക്സ്ചേഴ്സ് എന്നാൽ നല്ല സ്മൂത്തും ആയിരിക്കും. ആ ഒരു ടെക്സ്ചറിൽ കിട്ടും. ഇത് കഴിക്കുമ്പോൾ നല്ല കോക്കനട്ട് മിൽക്കിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോക്കനട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക.
അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.